ഐക്ക് മൊഴി നൽകാൻ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ കുടുംബം വയനാട്ടിൽ. പിതാവ് ജയപ്രകാശും അമ്മാവൻ ഷിബുവുമാണ് സിബിഐയുടെ വൈത്തിരി ക്യാമ്പ് ഹൗസിൽ മൊഴി നൽകാനെത്തിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി കോളേജിലെ വിദ്യാർത്ഥികളെയും മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശും അമ്മാവൻ ഷിബുവും വൈത്തിരി റെസ്റ്റ് ഹൗസിലെ സിബിഐ ക്യാമ്പ് ഹൗസിലെത്തിയത് രാവിലെ 10:30-ഓടെ. ഇരുവരുടെയും വിശദമായ മൊഴി സിബിഐ രേഖപ്പെടുത്തുകയാണ്. സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമെന്ന ആരോപണമായിരുന്നു കുടുംബം ഉന്നയിച്ചിരുന്നത്. മരണത്തിനു പിന്നാലെ ക്യാമ്പസിലെ ചില കുട്ടികൾ രഹസ്യമായി തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും മർദ്ദന വിവരം അറിയിച്ചിരുന്നുവെന്നും ജയപ്രകാശ് പറഞ്ഞിരുന്നു. പോലീസിന് നൽകാത്ത തെളിവുകൾ സിബിഐക്ക് കൈമാറുമെന്നും ഇദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉൾപ്പെടെ സിബിഐ സംഘം ചോദിച്ചറിയും. സംഭവ ദിവസം ഹോസ്റ്റലിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ മൊഴികളും സിബിഐ ശേഖരിക്കുന്നുണ്ട്. സസ്പെൻഷനിലായ ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവരുടെയും മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഡോർമെട്രിയിലെ ശുചിമുറിയും മർദ്ദനത്തിന് വിധേയമാക്കിയ മറ്റു മുറികളും ഹോസ്റ്റലിന്റെ വിവിധ ഭാഗങ്ങളും കഴിഞ്ഞ ദിവസം സിബിഐ സംഘം പരിശോധിച്ചിരുന്നു. ഇന്നലെയാണ് കൽപ്പറ്റ കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചത്. അതേസമയം പൂക്കോട് ക്യാമ്പസിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സിറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. 24 വയനാട്.